Hello guys, welcome to market analysis video. So ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 26,000 എന്ന നമ്പർ ക്രോസ് ചെയ്തിട്ടാണ് ഇന്ന് മാർക്കറ്റിൽ ക്ലോസിംഗ് നടന്നത്. സോ കഴിഞ്ഞ മുമ്പത്തെ ട്രേഡിങ്ങിലും 26,000 ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തിട്ട് റിവേഴ്സ് ആയതാണ്. പക്ഷെ ഇന്ന് ക്ലോസ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ തന്നെ മാർക്കറ്റ് ക്ലോസിംഗ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇന്ന് ഓപ്പൺ ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് നല്ലൊരു വീക്ക്നെസ് തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫ് മൊത്തം മാർക്കറ്റ് കാണിച്ചത്. നല്ലൊരു സെല്ലിംഗ് പ്രഷറിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ മാർക്കറ്റ് നല്ലൊരു റീബൗണ്ട് ആയിട്ട് 3 o'clock ഒരു സ്ട്രോങ് ക്യാൻഡിൽ തന്നിട്ടാണ് മാർക്കറ്റ് 26,000 എന്നുള്ള മാജിക് നമ്പർ ക്ലോസ് ആയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഇന്ന് എക്സ്പയറി ഡേ ആയിരുന്നു, മന്ത്ലി എക്സ്പയറി ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ മൂവ്മെന്റ് ഒന്നും കണ്ടിരുന്നില്ല. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്യാപിറ്റൽ ഓപ്പൺ ചെയ്ത് നല്ലൊരു 50 മിനിറ്റിനുള്ളിൽ നല്ലൊരു ക്യാൻഡിൽ തന്നിട്ട് അതിനുശേഷം മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ നിന്നത്. സോ നിഫ്റ്റിയിൽ നാളെ എക്സ്പയറി ഡേ ആണ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാർട്ടിൽ വഴി നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നാളത്തേക്ക് വേണ്ടി ട്രേഡ് പ്ലാൻ ചെയ്യാനുള്ളത്. സോ വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഓക്കെ, ഇവിടെ നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ 3 ദിവസത്തെ മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ആവുന്നു, ഒരു അപ്സൈഡിലേക്ക് പോകുന്നു, പിന്നെ ഒരു സെൽ ഓഫ് കാണിക്കുന്നു, പിന്നെ അവിടെ നിന്ന് റിക്കവറി ആവുന്നു. അതിന്റെ പിറ്റേ ദിവസം ഇങ്ങനെയാണ്, മാർക്കറ്റ് സെൽ ഓഫ് ആവുന്നു, റിക്കവറി ആവുന്നു. പിന്നെ അതിന് ഇന്നലെ ഒരു ലാസ്റ്റ് അവർ ഒരു സെല്ലിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് ഓപ്പൺ ചെയ്ത് നല്ലൊരു ഷാർപ്പ് സെല്ലിംഗ് തന്നിട്ട് പിന്നെ നല്ലൊരു റിക്കവറി ആയിട്ട് ഈ ഒരു റേഞ്ചിന്റെ മുകളിൽ പ്രീവിയസ് ഡേ റേഞ്ചും കവർ ചെയ്ത് 26,000 മുകളിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത് ഒരു റിവേഴ്സലാണ് ഞാൻ ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അപ്സൈഡ് മൂവ്മെന്റ് ആണ്. ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റീട്രേസ്മെന്റ് ഉണ്ടായിട്ടില്ല മാർക്കറ്റിൽ. സോ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഒരിക്കലും അപ്സൈഡ് പോകാൻ പറ്റില്ല. സോ നമുക്ക് പിന്നൊരു കാര്യം, മാർക്കറ്റിൽ ഇപ്പം വലിയ മൂവ്മെന്റ്സുകൾ കിട്ടാറില്ല. വളരെ ചെറിയ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ ഇടയ്ക്ക് കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന്റെ മൂവ്മെന്റിനനുസരിച്ച് ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. സോ നമുക്ക് ഇവിടെ ഈ ഒരു ലോ, അതുപോലെ ഇതിന്റെ മുമ്പത്തെ ദിവസത്തെ ലോവും ഇമ്പോർട്ടന്റ് ആയിട്ട് ലെവൽസിൽ എടുക്കാം. പിന്നെ ഹൈലി ഇവിടെ ഒരു സെല്ലിംഗ് ഉണ്ടായ പോയിന്റ് എടുക്കാം. സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു റേഞ്ചിന്റെ അകത്ത് വന്നിട്ട് വീക്ക്നെസ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് സൈഡിൽ നോക്കാം. ഇവിടെ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആകുന്ന ഒരു വീക്ക്നെസ് ആണെങ്കിൽ നമ്മൾ ചാർട്ട് നോക്കിയിട്ട് അതിൽ വീക്ക്നെസ് ഉണ്ടെങ്കിൽ മാത്രം സെല്ലിംഗ് സൈഡ് നോക്കിയാൽ മതി. അപ്സൈഡ് നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡിൽ തന്നെയാണ് ഉള്ളത്. സോ മുകളിലാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് എവിടെയാണെന്നും പറയാൻ പറ്റില്ല. സോ എവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആവുക എന്നുള്ളത് റിവേഴ്സ് ആയിട്ടുള്ള ഒരു ചാർട്ട് നമുക്ക് മുകളിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല. സോ മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് എങ്ങനെയാണ് ക്യാൻഡിൽ ക്രിയേഷൻ നടക്കുന്നത്, മാർക്കറ്റ് എങ്ങനെയാണ് 26,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് ഹയർ ലെവലിലേക്ക് പോകാം. അല്ലെങ്കിൽ നല്ല വീക്ക്നെസ് കാണുകയാണെങ്കിൽ സെല്ലിംഗ് സൈഡിലേക്ക് പോകാം. സോ ഇതിന്റെ ഈ ഒരു ലോ ഒക്കെ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുള്ള പോയിന്റ്. അതുപോലെ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു സെല്ലിംഗ് സിങ് തന്നിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് നല്ലൊരു റിവേഴ്സിൽ തന്ന് ഈ ഒരു പോയിന്റിൽ നിന്നാണ് റിവേഴ്സ് ആയിട്ടുള്ളത്. സോ നിഫ്റ്റിയിലാണെങ്കിൽ വലിയൊരു മാർക്ക് ചെയ്യാനുള്ള പോയിന്റ്സുകളൊന്നും കാണുന്നില്ല. നാളത്തെ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് അതിനനുസരിച്ച് ട്രേഡ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ വരച്ച ഒരു റേഞ്ച് ഉണ്ടായിരുന്നു. ഇന്നും മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ള അതിന്റെ അകത്ത് തന്നെയാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ആ റേഞ്ചിന്റെ താഴെയാണെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ആ റേഞ്ചിന്റെ അകത്തേക്ക് പെട്ടെന്ന് റിവേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഒരു സൈഡ് വൈസ് ആയിട്ടാണ് പോയിട്ടുള്ളത്. സോ എനിവേ നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നിഫ്റ്റിയിൽ നാളെ എക്സ്പയറി ഡേ ആണ്, മന്ത്ലി എക്സ്പയറി. ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലാണ്. പക്ഷെ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. നിഫ്റ്റിയിൽ പിന്നെയും മൂവ്മെന്റ്, ചിലപ്പോൾ നാളെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നിഫ്റ്റിയിൽ മൂവ്മെന്റ് ഒന്നും കാണിക്കാതെ ബാങ്ക് നിഫ്റ്റി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. രണ്ട് ചാർട്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. എവിടെയാണ് രണ്ടും ഒരുപോലെ നല്ല മൂവ്മെന്റ് തരികയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. കാരണം ട്രേഡിൽ രണ്ടിലും ഒരേപോലെ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്നിൽ ട്രേഡ് എടുത്താൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇതൊക്കെയാണ് ചാർട്ടിലാണെങ്കിൽ കഴിഞ്ഞ അതേ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. സോ നമുക്ക് നാളത്തെ മാർക്കറ്റ് എങ്ങനെ നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം.
So thank you for watching this video.